നമ്മളിന്ന് കോഴിക്കോട് ബിരിയാണി ഉണ്ടാക്കാൻ പോവാ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, തക്കാളി, സവാള, കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി, ക്യാരറ്റ്, 2 കിലോ ചിക്കൻ മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. സവാള ഡാർക്ക് ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കരിഞ്ഞു പോരുത് കേട്ടോ. ഇതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തിട്ട് 3 കൂടിയിട്ട് ഒരു ബൗളിൽ മാറ്റി വെക്കണം. ആവശ്യം വരും പറഞ്ഞുതരാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, വേപ്പില, ക്യാരറ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോണ്. ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഞാൻ ഒറ്റക്കുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ച ചിക്കൻ എടുത്തിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. നല്ലപോലെ മിക്സ് ആക്കണം. ചിക്കനിൽ മസാല കിടന്ന് അറുമാദിക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഇതിവിടെ മാറ്റിക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഒക്കെ ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിക്കുക. ഈ ഒരു പാനിലാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കാൻ പോണത്. അപ്പോൾ കുറച്ച് വലിപ്പമുള്ളത് തന്നെ എടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. കറുവപ്പട്ട, ഏലക്ക, വേപ്പില, ക്യാരറ്റ്, കറുവപ്പട്ടയുടെ ഇല ഇതൊക്കെ ചേർക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ഇടുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. 2 കിലോ ചിക്കന് നമ്മൾ 6 കപ്പ് ഇന്ത്യ ഗേറ്റിന്റെ വലിയ റൈസാണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള വെള്ളമാണ് ആ പാനിൽ ഒഴിക്കേണ്ടത്. കഴുകി വൃത്തിയാക്കിയ റൈസ് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച ഇൻഗ്രീഡിയൻസ് ഇട്ട വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അരി പകുതി വേവാവണ വരെ മീഡിയം ഫ്ലെയിമിൽ ഇതിങ്ങനെ വെക്കണം. അത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മസാല കൂട്ടി വെച്ച ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. വലിയൊരു പാത്രം ആയിക്കോട്ടെ. ഇതിന്റെ മുകളിലേക്ക് ഹാഫ് കുക്കഡായ റൈസ് ലെയർ ആയിട്ട് മിക്സ് ചെയ്യാൻ പോവുക. ആവശ്യത്തിന് വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓരോ ലെയറിന്റെ മുകളിൽ നേരത്തെ മാറ്റി വെച്ച കാഷ്യൂനട്ട്, സവാള, മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പൊ മനസ്സിലായില്ലേ എന്തിനാ മാറ്റിച്ചെന്ന്? ഇങ്ങനെ 5-6 ലെയർ മിക്സ് ആക്കിയിട്ട് റൈസ് ഫില്ലാക്കിയിട്ടുണ്ട്. ഏറ്റവും മുകളിലത്തെ ലെയറിൽ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ക്യാരറ്റും പൈനാപ്പിളും കാഷ്യൂനട്ടും മുന്തിരിയും സവാളയും ചേർക്കാം. സ്മെല്ലിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് പൈനാപ്പിൾ എസൻസ് ചേർക്കാട്ടോ. വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് നമുക്ക് ഗ്യാസിന്റെ മുകളിൽ വെക്കാം. നന്നായിട്ട് അടച്ചു വെക്കണം. ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇപ്പൊ വേവാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 30 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം. 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവ് ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ആക്കാം. ഇനി 1 മണിക്കൂർ ഫ്ലെയിം ഒന്നും ഇല്ലാണ്ട് അടുപ്പത്ത് നമ്മൾ വെറുതെ വെച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ബിരിയാണി തുറക്കാൻ പോവാ. ഇനി താഴ്ത്തുനിന്ന് ചിക്കനൊക്കെ മോളിക്ക് വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, സൂപ്പറായിരുന്നു. ചിക്കനൊക്കെ നല്ലപോലെ വേവായിട്ടുണ്ടായിരുന്നു. ചിക്കന്റെ ഫ്ലേവറൊക്കെ റൈസിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക.